പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കേന ടി വിയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പരിശുദ്ധ കന്യകാമറിയം സ്വർഗാരോപിതയായതിനു ശേഷം ആദ്യമായി ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക. പരിശുദ്ധ കന്യകാമറിയം സ്വർഗാരോപിതയായതിനു ശേഷം ഈ ലോകത്ത് ആദ്യമായി പ്രത്യക്ഷപ്പെടുക നമ്മുടെ സ്വന്തം നാട്ടിൽ, ദൈവത്തിൻ്റെ നാടായ സ്വന്തം നാടായ കേരളത്തിൽ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്ക് പരിശുദ്ധ അമ്മയുടെ നമ്മുടെ ഈ നാട്ടിലുള്ള ആദ്യത്തെ ഈ പ്രത്യക്ഷപ്പെടലിൽ ഒന്ന് കണ്ട് നമുക്ക് തിരിച്ചു വരാം. സാംസ്കാരികതയ്ക്കും പ്രകൃതി സൗന്ദര്യത്തിനും പേരെടുത്ത കേരളത്തിന് ക്രൈസ്തവ പാരമ്പര്യത്തിലും ആത്മീയതയിലും ശ്രേഷ്ഠവും അനന്യവുമായ ഒരു പൈതൃകവുമുണ്ട്. ആദ്യ നൂറ്റാണ്ടിൽ ലോകം മുഴുവൻ വ്യാപിച്ച ക്രൈസ്തവ മതം വിശുദ്ധ തോമാസ് ശ്ലീഹായിലൂടെ കേരളത്തിലും തഴച്ചു വളർന്നു. വിശ്വാസത്തിന്റെ ആദ്യഘട്ടത്തിലായിരുന്ന കേരള സഭയെ തൻ്റെ പുത്രനോടുള്ള സമർപ്പണത്തിൽ വളർത്തുവാനും ഉറപ്പിക്കുവാനും ലോകാന്ത്യത്തോളം നസ്രാണി ക്രൈസ്തവരുടെ തുണയായി താൻ ഉണ്ടെന്നും തെളിയിക്കാനും പരിശുദ്ധ മറിയം സ്വർഗാരോപണ ശേഷം ആദ്യ പ്രത്യക്ഷീകരണം നൽകിയതും കേരളത്തിലായിരുന്നു. പാലയൂരിൽ വിശുദ്ധ തോമാസ് ശ്ലീഹായിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ചിലർ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കുറവിലങ്ങാട് വന്ന് താമസമാക്കുകയും അവിടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വേരുകൾ നാട്ടുകയും ചെയ്തതായാണ് വിശ്വാസം. അങ്ങനെ കുറവിലങ്ങാട് രൂപം കൊണ്ട ക്രൈസ്തവ സമൂഹമാണ് പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണ ശേഷമുള്ള ആദ്യ പ്രത്യക്ഷീകരണത്താൽ ധന്യരായത്. ആടുകളെ മേച്ചു നടന്ന കുട്ടികൾക്ക് വിശക്കുകയും ദാഹിക്കുകയും ചെയ്തപ്പോൾ അമ്മ മാതൃവാത്സല്യത്തോടെ മുത്തിയമ്മയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് വിശപ്പകറ്റാൻ അപ്പവും ദാഹമകറ്റാൻ കൈകൊണ്ട് മണ്ണിൽ കുഴിച്ച് വെള്ളവും നൽകുകയായിരുന്നു. തൻ്റെ മക്കളുടെ ഭൗതികവും ആത്മീയവുമായ ആവശ്യങ്ങളിൽ കരുതലോടെ ഓടിയെത്തി ആശ്വാസം പകർന്ന അമ്മയുടെ പ്രത്യക്ഷീകരണം ആ കുഞ്ഞുങ്ങളിലൂടെ അവരുടെ വീട്ടുകാർ അറിഞ്ഞു. സംഭവസ്ഥലത്ത് ഓടിയെത്തിയ മാതാപിതാക്കൾ കുട്ടികൾ പറഞ്ഞതുപോലെ വരണ്ടൊടുങ്ങിയ സ്ഥലത്ത് പൊട്ടിപ്പുറപ്പെട്ട ഉറവ കണ്ട് അത്ഭുതസ്തബ്ധരായി. അങ്ങനെ നിന്ന അവരുടെ അടുക്കൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയും താൻ കാണിക്കുന്നിടത്ത് ദേവാലയം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഭാരതമണ്ണിൽ പരിശുദ്ധ മറിയത്തിന്റെ നാമധേയത്തിലുള്ള ആദ്യ പള്ളി സ്ഥാപിതമായി. അതാണ് കുറവിലങ്ങാട് ഉയർന്നു നിൽക്കുന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തമറിയം ആർച്ച് ഡീക്കൻ ദേവാലയം. കുറവിലങ്ങാട്ട് മുത്തിയമ്മേ, കുറവേതുമില്ലാതെ കാക്കുമമ്മേ. കുറവിലങ്ങാട്ട് മുത്തിയമ്മേ, കുറവേതുമില്ലാതെ കാക്കുമമ്മേ. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് കുറവിലങ്ങാട് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധയമ്മ നൽകിയ സന്ദേശങ്ങൾക്ക് സാക്ഷ്യമായി അന്ന് അമ്മ കുഞ്ഞുങ്ങളുടെ ദാഹം മാറ്റുവാൻ, അമ്മ കുഞ്ഞുങ്ങൾക്ക് ദാഹജലം നൽകുവാൻ ഉണ്ടാക്കിയ ആ ഉറവ ഇന്നും അനേകരുടെ ആത്മീയവും ശാരീരികവുമായ ദാഹങ്ങൾ ശമിപ്പിച്ചുകൊണ്ട് കുറവിലങ്ങാട് പരിശുദ്ധമായ ദേവാലയത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇന്നും നിലകൊള്ളുന്നു. ആയിരങ്ങൾ ഇന്ന് ഈ ഉറവയുടെ അടുത്ത് കടന്നു വന്ന് ആ ഉറവയിലെ ജലം സ്വീകരിച്ച് ആത്മീയവും ശാരീരികവുമായ സൗഖ്യവും ദൈവിക ഇടപെടലും അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധയമ്മ ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട ഓരോ സ്ഥലങ്ങളിലും അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളുടെ ഒരടയാളമായി, ഈ ലോകത്തിനൊരു സാക്ഷ്യമായി അമ്മ എന്തെങ്കിലുമൊക്കെ ഓരോ സ്ഥലങ്ങളിലും അവശേഷിപ്പിച്ചിട്ടാണ് പോവുക. അതാണ് കുറവിലങ്ങാട് നമ്മൾ കാണുക. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അമ്മ അന്നുണ്ടാക്കിയ ആ ഉറവ ഇന്നും ലോകത്തുള്ള അനേകം ജനതകൾക്ക്, അനേകം മക്കൾക്ക്, അത് ക്രൈസ്തവർക്ക് മാത്രമല്ല, കുറവിലങ്ങാടെ ഒരു വലിയ പ്രത്യേകത കാണുന്നത് അനേകം അക്രൈസ്തവരായ സഹോദരങ്ങളാണ് അവിടെ വന്ന് പരിശുദ്ധ അമ്മയിൽ നിന്ന് കൃപകൾ സ്വീകരിക്കുക.
അനേകം ക്രൈസ്തവരായ സഹോദരങ്ങൾ ഈ ഉറവയിൽ നിന്ന് ഈ ജലം സ്വീകരിച്ച് അവരുടെ രോഗങ്ങൾ സുഖപ്പെടുന്നതും അവരുടെ കുടുംബങ്ങൾ അനർത്ഥങ്ങൾ മാറിപ്പോകുന്നതും വ്യക്തിപരമായി ആഴമുള്ള ഒരു ദൈവിക വിശ്വാസത്തിലേക്ക് അവർ കടന്നു വരുന്നതും കുറവലങ്ങാട് അനുദിനം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദേവാലയത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇന്നും സ്ഥിതി ചെയ്യുന്ന ഈ അത്ഭുത ഉറവയുടെ സമീപത്തു നിന്നാണ് എല്ലാ ശനിയാഴ്ചകളിലും ദേവാലയത്തിൽ ശനിയാഴ്ചകൾ നടത്തപ്പെടുന്ന മെഴുകുതിരി പ്രദക്ഷിണം ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് പരിശുദ്ധ അമ്മ ഈ ദേവാലയത്തിന് സ്ഥാനം നിശ്ചയിച്ച് ഇവിടെ ഒരു ദേവാലയം പണിയണമെന്ന് ആവശ്യപ്പെടുക. അതാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത. പരിശുദ്ധ അമ്മയുടെ പാദസ്പർശമേറ്റ ആ സ്ഥലത്ത് അമ്മ നൽകിയ ആ ഉറവ ഇന്നും അനേകർക്ക് അനുഗ്രഹമായി മാറുന്നതിൻ്റെ ഒരു സാക്ഷ്യം കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് 2019 അവസാന മാസങ്ങളിൽ വയനാട്ടിൽ നിന്നും ഒരു സഹോദരി അവിടെ വരികയുണ്ടായി. ഈ സഹോദരിയുടെ പ്രത്യേകത ഇതാണ്: സോറിയാസിസ് രോഗം വന്ന് ശരീരം മുഴുവനും വ്രണമായി മാറി വളരെ വേദന അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരി. ഒരുപാട് ചികിത്സകൾ പല സ്ഥലങ്ങളിലും ഈ സഹോദരി നടത്തിയെങ്കിലും സോറിയാസിസ് എന്ന ഈ രോഗം വിട്ടുമാറിയില്ല. ഒരുപാട് വേദനയും ചൊറിച്ചിലും അസ്വസ്ഥയുമായി, കാണുമ്പോൾ തന്നെ ശരീരം മുഴുവനും ഇങ്ങനെ പാണ്ടുപിടിച്ച് കുഷ്ഠം പോലെയൊക്കെ കാണുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ സഹോദരിക്ക് ആരോ പങ്കുവച്ചു കുറവലങ്ങാട് പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ടൊരു സ്ഥലമുണ്ടെന്നും അവിടെ ഒരു അത്ഭുത ഉറവയുണ്ടെന്നും അവിടെ വന്ന് ആ ജലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ അനുഭവിക്കാൻ സാധിക്കുമെന്നും ഈ സഹോദരിക്ക് മറ്റാരോ പങ്കുവെച്ച് നൽകിയുണ്ടായി. അക്രൈസ്തവയായിരുന്ന ഈ സഹോദരി ഇത് കേട്ട ഉടനെ തന്നെ കുറവലങ്ങാടേക്ക് യാത്രയാവുകയാണ്. കുറവലങ്ങാട് വന്ന് പരിശുദ്ധ അമ്മയുടെ ഈ അത്ഭുത ഉറവയിൽ നിന്ന് ജലം കോരി കുടിക്കുകയും ആ ജലം കോരി ദേഹത്തൊഴിക്കുകയും ചെയ്ത് ആ സഹോദരി തിരിച്ചുപോയി. വയനാട്ടിൽ തിരിച്ചെത്തിയ ഈ അക്രൈസ്തവയായ സഹോദരി കാണുന്നത് വർഷങ്ങളായി തൻ്റെ ശരീരത്തുണ്ടായിരുന്ന സോറിയാസിസിൻ്റെ രോഗം പൂർണ്ണമായി വിട്ടുമാറിയെന്നും പൂർണ്ണമായി സൗഖ്യപ്പെട്ടതെന്നും ഈ സഹോദരി മനസ്സിലാക്കിക്കൊണ്ട് സഹോദരി തിരിച്ചു വരികയാണ്. കുറവലങ്ങാട് മുത്തിയമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ ലോകത്തെമ്പാടുമുള്ള നാനാജാതി മതസ്ഥരായ മക്കൾക്ക് സ്വർഗത്തിൻ്റെ വലിയ ഇടപെടൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ മുത്തിയമ്മയ്ക്ക് എൻ്റെ ജീവിതത്തിലും അമ്മ നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുവാൻ ഈ സഹോദരി തിരിച്ച് ദേവാലയത്തിലേക്ക് മറ്റൊരു ദിവസം കടന്നു വന്ന് നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ സ്ഥാനം നിർണയിച്ചു നൽകിയ കുറവലങ്ങാട് ഈ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹിക്കപ്പെട്ട ദേവാലയത്തിൻ്റെ നടുമുറ്റത്ത് 16-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ സ്ഥാപിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരു ഒറ്റക്കൽ കുരിശ് ഉയർന്നു നിൽക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ ഒറ്റക്കൽ കുരിശിന് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേകമായ ഇടപെടലിൻ്റെ ഒരു ചരിത്രം പങ്കുവയ്ക്കുവാനുണ്ട്. ഈ ഒറ്റക്കൽ കുരിശ് അവിടെ ഉയർത്തുവാൻ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും അധികാരികളും തീരുമാനിച്ചപ്പോൾ 100 കണക്കിന് ആളുകൾ അവിടെ കടന്നു വന്ന് അത് ഉയർത്തി നാട്ടുവാനായിട്ട് പരിശ്രമിച്ചു. എന്നാൽ കുരിശ് അനങ്ങിയില്ല. ആളുകൾക്ക് സാധിക്കാത്തത് ആനയെ കൊണ്ടുവന്ന് ചെയ്യുവാനായിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെ ഒരു ഗജവീരനെ കൊണ്ടുവന്ന് ആന അത് ഉയർത്തുവാനായിട്ട് പരിശ്രമിച്ചെങ്കിലും കുരിശ് അനങ്ങിയില്ല. ആളുകളും ആനയും ഒന്നു ചേർന്ന് ഈ കുരിശ് ഉയർത്തുവാനായിട്ട് പരിശ്രമിച്ചു. എങ്കിലും അവരുടെ പരിശ്രമം ഫലം കണ്ടില്ല. അങ്ങനെ തങ്ങൾ അതിയായി ആഗ്രഹിച്ച് ഈ ദേവാലയത്തിന് മുമ്പിൽ ഒറ്റ കൽക്കുരിശ് ഉയർത്തുവാനായിട്ടുള്ള തങ്ങളുടെ ആ താല്പര്യം സാധിക്കാതെ പോകുന്നല്ലോ എന്ന് ചിന്തിച്ച് വിഷമിച്ചിരുന്ന് അവർ മാതാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, അമ്മയുടെ പുത്രന് സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള ഈ കുരിശ് നടുമുറ്റത്ത് നാട്ടുവാൻ സഹായിക്കണം എന്ന് പറഞ്ഞ് ആളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈ സമയത്ത് കുലീനയായ ഒരു അമ്മച്ചി അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നത് അവർ ദർശിച്ചു.
ഈ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന മക്കളുടെ മുഖത്തേക്ക് നോക്കി അമ്മച്ചി എന്ത് പറ്റി, നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇപ്രകാരം വിഷമിച്ചിരിക്കുക? അപ്പം ചില സഹോദരങ്ങൾ അമ്മച്ചി പറഞ്ഞത് കേൾക്കുവാൻ പോലും അവർ താല്പര്യം കാണിച്ചില്ല. കാരണം ഈ പ്രായം ചെന്ന ഈ മുത്തശ്ശി ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യാനാണ് എന്നുള്ള ചിന്തയിൽ പലരും മുത്തശ്ശിക്ക് ഉത്തരം കൊടുത്തില്ല. എന്നാൽ ചിലർ പറഞ്ഞു, ഞങ്ങൾ ഇന്നപോലെ ഒരു കൽക്കുരിശ് ഉയർത്താൻ പരിശ്രമിക്കുകയാണ്, സാധിക്കുന്നില്ല, ആന പിടിച്ചിട്ട് പോലും ഉയരുന്നില്ല എന്നൊക്കെ പങ്കുവെച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഞാനും നിങ്ങളെ സഹായിക്കാം. ഇപ്രകാരം ഞാനും നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു മുഖഭാവം ഇപ്രകാരമായിരുന്നു. പ്രായം ചെന്ന് ഈ അമ്മച്ചി ആന പിടിച്ചിട്ടും ഉയർത്താൻ സാധിക്കാത്ത ഈ കല്ലിനെ എപ്രകാരം സഹായിച്ച് ഉയർത്തുമെന്ന ഒരു മനോഭാവം അവരുടെ മുഖത്ത് നിഴലിക്കുകയുണ്ടായി. എന്നാലും അമ്മച്ചി പറഞ്ഞതനുസരിച്ച് ആളുകൾ വീണ്ടും ഒന്നു ചേർന്നു. ഈ അമ്മച്ചി കുരിശിൻ്റെ അടുത്ത് ചെന്ന് തൻ്റെ വലതുകരം കുരിശോട് ചേർത്ത് പിടിച്ച് മറ്റുള്ളവരോടും പിടിക്കുവാനായിട്ട് ആവശ്യപ്പെട്ട് നിഷ്പ്രയാസം ഈ കുരിശ് അവിടെ ഉയരുകയും ആ കുരിശ് അവിടെ സ്ഥാപിക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്തുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇപ്രകാരം കുരിശ് ഉയർത്തി നാട്ടിയതിന് ശേഷം തങ്ങളെ അതിനുവേണ്ടി പ്രേരിപ്പിച്ച ഈ അമ്മച്ചിയോട് ഒരു നന്ദി പറയുവാനായി ആളുകൾ അമ്മച്ചിയുടെ അടുത്തേക്ക് വരുവാൻ നോക്കിയപ്പോൾ അപ്പോൾ അവർ കാണുക അവരിൽ നിന്ന് അല്പം മാറി നടന്ന് അകലുന്ന അമ്മച്ചിയാണ്. ഇപ്രകാരം 16-ാം നൂറ്റാണ്ടിൻ്റെ ഒരു ഉത്തരാർദ്ധത്തിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഒരു പ്രത്യക്ഷപ്പെടൽ കുറവിലങ്ങാട് നടന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അതിനുശേഷം പിന്നീട് മുന്നോട്ടെല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായവും പ്രത്യേകമായ ഇടപെടലും ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കും ഈ കുരിശിൻ ചുവട്ടിൽ എണ്ണയൊഴിച്ച് തിരിതെളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്കും അനുഭവിക്കുവാൻ സാധിക്കുന്നു. ഇതാണ് കുറവിലങ്ങാട് മർത്തമറിയം ആർക്കി എപ്പിസ്കോപ്പൽ ആർച്ച് ഡീക്കൻ ദേവാലയം. മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന് ശേഷം നിർമ്മിക്കപ്പെട്ട കുറവിലങ്ങാട് ദേവാലയം അത്ഭുതങ്ങളുടെയും രോഗസൗഖ്യങ്ങളുടെയും വിളനിലമായി മാറി. മാതാവിന്റെ അത്ഭുത സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ആയിരക്കണക്കിന് തീർത്ഥാടകർ അവിടേക്ക് ഓടിയണഞ്ഞു. പ്രൗഢഗംഭീരമായ ദേവാലയം കേരള സഭയുടെ വഴികാട്ടിയായ പരിശുദ്ധ മറിയത്തിന്റെ ശക്തമായ സാക്ഷ്യമായി ഇന്നും നിലകൊള്ളുന്നു. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള അത്ഭുത ഉറവ ഇന്നും അനേകർക്ക് നിത്യജീവിതത്തിന്റെ പ്രത്യാശയും ഉണർവും നൽകുന്ന പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യത്തിന്റെ അടയാളമായി വിശ്വസിക്കപ്പെടുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിമണികളും ഇവിടെയാണുള്ളത്. പോർച്ചുഗലിൽ നിന്നും 1647 കൊണ്ടുവന്ന പള്ളിമണിയും ഇവിടെയുണ്ട്. ഇതിൻ്റെയൊപ്പം കൊണ്ടുവന്ന മറ്റൊരു പള്ളിമണി കടലിൽ നഷ്ടപ്പെട്ടതായും എന്നാൽ 3 നോമ്പ് തിരുനാൾ വേളയിൽ പള്ളിയിലെ മണിമുഴക്കത്തോടൊപ്പം കടലിൽ നഷ്ടമായ പള്ളിമണിയും മുഴുങ്ങിയിട്ടുള്ളതായി പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു. കുറവുകളെ നിറവുകളാക്കി മാറ്റുന്ന പരിശുദ്ധ അമ്മ കുറവിലങ്ങാട്ട് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് സമ്മാനിച്ചത് തൻ്റെ തിരുക്കുമാരനെയാണ്. വിശന്ന് വലഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കല്ല് അപ്പമാക്കി മാറ്റി അവരുടെ വിശപ്പ് മാറ്റിയതും, ദാഹിച്ചു വലഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഉറവയുണ്ടാക്കി കൊടുത്ത് ദാഹജലം നൽകി കുഞ്ഞുങ്ങളുടെ ദാഹം മാറ്റിയതും നിത്യ ജീവിതത്തെയാണ് ചൂണ്ടിക്കാണിക്കുക. വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായി ജീവിക്കുവാനുള്ള ഒരു വിളിയാണ് ഈ അത്ഭുതത്തിലൂടെ പരിശുദ്ധ കന്യകാമറിയം ഇന്ന് ലോകത്തിന് മുൻപിൽ പങ്കുവയ്ക്കുക. ദാഹജലം കുഞ്ഞുങ്ങൾക്ക് നൽകിക്കൊണ്ട് പരിശുദ്ധ കന്യകാമറിയം മാമോദീസായെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ജലത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ പരിശുദ്ധ അമ്മ വിളിക്കുകയാണ്. അതിനൊരു സംഭവം കൂടിയുണ്ട്. അവിടെ പള്ളിയുടെ അടുത്തുണ്ടായിരുന്ന ഒരു അക്രൈസ്തവ സഹോദരൻ രോഗിയായി കിടന്ന സമയം ഈ സഹോദരന് പരിശുദ്ധ അമ്മയോട് സ്നേഹമുണ്ടായിരുന്നു. വർഷങ്ങളായി ദേവാലയത്തിനടുത്ത് താമസിച്ചിരുന്നതിനാൽ അവിടെ നൽകുന്ന ദൈവിക ഇടപെടലുകളൊക്കെ ഇദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. എന്നാൽ അക്രമസ്ഥവനായിരുന്നതിനാൽ ഇപ്രകാരം മാമോദീസ സ്വീകരിക്കുവാനായിട്ട് അദ്ദേഹം വിസമ്മതിച്ചു. കാര്യം വിശ്വാസമുണ്ടായിരുന്നെങ്കിലും അത് വിസമ്മതിക്കാനുള്ള കാരണം ഇതാണ്: ഈ സഹോദരൻ ധനികനായ ഒരു യുവാവായിരുന്നു. അന്ന് ക്രൈസ്തവ മിഷണറിമാർ കേരളത്തിലേക്ക് കടന്നു വന്ന്
പുതിയ ഒരു വിശ്വാസം പങ്കുവെച്ചപ്പോൾ അനേകർ ക്രിസ്തുമതത്തിലേക്ക് കടന്നു വരികയും വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തപ്പോൾ നാടുവാഴികൾ ഇപ്രകാരം ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. ക്രൈസ്തവരായി ആരെങ്കിലും മാറുകയാണെങ്കിൽ അവരുടെ സ്വത്ത് കണ്ടുകെട്ടും എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. അതനുസരിച്ച് ഈ യുവാവ് തൻ്റെ സ്വത്ത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്താൽ മാമോദിസ സ്വീകരിച്ചിരുന്നില്ല, എന്നാൽ ആത്മാവിൽ വിശ്വസിച്ചിരുന്നു. രോഗിയായി കിടന്ന യുവാവിൻ്റെ മുൻപിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നെറ്റിയിൽ കുരിശു വരച്ച് അദ്ദേഹത്തെ സുഖപ്പെടുത്തുകയും മാമോദിസ സ്വീകരിച്ച് രക്ഷ പ്രാപിക്കുവാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തതായിട്ട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മാമോദിസ ജലത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുവാനും വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായി ജീവിച്ച് നിത്യജീവിതത്തിന് വേണ്ടി ഒരുങ്ങുവാനുമുള്ള വിളിയാണ് കുറവലങ്ങാട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം ഇന്ന് ഈ ലോകത്തിന് നൽകുക. കുറവലങ്ങാട്ട് പരിശുദ്ധയമ്മയുടെ അടുത്ത് വരുന്ന മക്കൾക്ക് വേർതിരിവില്ല എന്ന ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ ഒരു പ്രത്യേക അനുഭവം. നാനാജാതി മതസ്ഥരായ മക്കൾ പരിശുദ്ധയമ്മയുടെ അടുത്ത് എത്തുന്നു. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന മക്കൾ പരിശുദ്ധയമ്മയുടെ അടുത്ത് കടന്നു വന്ന് ഒന്നായി മാറുന്ന അനുഭവം കുറവലങ്ങാട്ട് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധയമ്മയുടെ 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഈ ലോകത്തിന് നൽകിയ ഈ ആദ്യത്തെ പ്രത്യക്ഷപ്പെടൽ നടന്ന ഈ ദേവാലയത്തെക്കുറിച്ച് സീറോ മലബാർ സഭയുടെ തലവനായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലീത്ത കുറവലങ്ങാടിനെ കേരളത്തിൻ്റെ വത്തിക്കാൻ എന്ന് വിശേഷിപ്പിക്കുന്നു. സഭയുടെ തലവനായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലീത്ത പരിശുദ്ധ കന്യകാമറിയം ഈ ലോകത്ത് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട് സ്ഥാനം നിർണയിച്ച് നൽകിയ കുറവലങ്ങാട് ഈ ദേവാലയത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ആർച്ച് ഡീക്കൻ ദേവാലയമായി ഉയർത്തി ഇന്ന് സഭാമക്കൾക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. കുറവലങ്ങാട് മുത്തയമ്മയുടെ പ്രത്യേകമായ അനുഗ്രഹവും സഹായവും ദൈവിക ഇടപെടലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുത്തിയമ്മ നൽകിയിരിക്കുന്ന സന്ദേശമായ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാനുള്ള വിളി സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിക്കപ്പെട്ട് മാമോദീസായിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ കുറവലങ്ങാട് പ്രത്യക്ഷപ്പെട്ട് ഒരു ദേവാലയം പണിയണമെന്ന് പരിശുദ്ധയമ്മ ആവശ്യപ്പെട്ടതുപോലെ തന്നെ റോമിലെ എസ്കുലിൻ കുന്നിലും ദൈവമാതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു ദേവാലയം പണിയണമെന്ന് AD 352 പരിശുദ്ധയമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകിയുണ്ടായി. അതിൻ്റെ ഫലമായി ഉണ്ടായതാണ് റോമിലെ വിശ്വപ്രസിദ്ധമായ മരിയ മജോരെ മേജർ ബസിലിക്ക. ഇവിടെ പരിശുദ്ധയമ്മ സാളൂസ് പോപ്പുളി റൊമാനി എന്ന പേരിൽ വണങ്ങപ്പെടുന്നു. സാളൂസ് പോപ്പുളി റൊമാനി എന്ന് പറഞ്ഞാൽ റോമൻ ജനതയുടെ സംരക്ഷക എന്നാണ് അതിൻ്റെ അർത്ഥം. ലിബേറിയസ് മാർപ്പാപ്പ സഭയെ നയിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ റോമിലെ നല്ലൊരു കത്തോലിക്ക യുവാവായിരുന്ന ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് പരിശുദ്ധയമ്മ അവിടെ പ്രത്യക്ഷപ്പെടുക. ജോണിൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു. അദ്ദേഹം ധനികനായ ഒരു യുവാവായിരുന്നു. തൻ്റെ സ്വത്ത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണമെന്ന് അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്ന സമയത്താണ് പരിശുദ്ധയമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ട് ജോണിനോട് പറയുക, ഇവിടെ ദൈവമാതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു ദേവാലയം പണിയണമെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാര്യം ജോൺ മാർപ്പാപ്പയെ അറിയിച്ചു. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, ഇതിൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധ അമ്മ അല്പം കൂടി സന്ദേശങ്ങളും ഇല്ലെങ്കിൽ അതിന് തെളിവുകളൊക്കെ നൽകണം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്ന് മാർപ്പാപ്പ ജോണിനോട് പറയുകയുണ്ടായി. ജോൺ തിരിച്ചു വന്ന് വീട്ടിലായിരുന്ന സമയത്ത് വീണ്ടും അടുത്ത് തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജോൺ ഇപ്രകാരം പറഞ്ഞു, മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് അത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു ഇടപെടലാണെന്ന് ഉള്ളതിൻ്റെ ചില തെളിവുകൾ നൽകണമെന്നാണ്. തുടർന്ന്
അവിടെയുണ്ടായ അത്ഭുതം നമുക്കൊന്ന് നോക്കിക്കാണാം. ലിബേരിയോസ് മാർപ്പാപ്പയ്ക്ക് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വപ്നമുണ്ടാവുകയും എസ്ക്വിലിൻ കുന്നിൽ മഞ്ഞു പെയ്യുന്നതായി കാണുകയും അവിടെ ദേവാലയം നിർമ്മിക്കാൻ പറയുകയും ചെയ്തു. താൻ കണ്ടതനുസരിച്ച് പരിശുദ്ധ മറിയം കാണിച്ചു തന്ന കുന്നിൽ ലിബേരിയോസ് പാപ്പ ചെന്നു. അപ്പോൾ അവിടെ കടുത്ത വേനലായിരുന്നിട്ടും ദേവാലയ നിർമ്മാണത്തിന് നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്തിന്റെ വിസ്തീർണത്തിൽ മഞ്ഞു പെയ്യുന്ന അത്ഭുത കാഴ്ച അദ്ദേഹം കാണുകയും തുടർന്ന് ദേവാലയം നിർമ്മിക്കുകയും ചെയ്തു. ഇതിന്റെ അനുസ്മരണാർത്ഥം എല്ലാ വർഷവും ഈ ദേവാലയത്തിൽ മഞ്ഞുമഴയുടെ പുനരാവിഷ്കരണം പോലെ വെള്ള റോസാപ്പൂക്കളുടെ ഇതളുകൾ മുകളിൽ നിന്നും വർഷിക്കുന്നത് വളരെ ആകർഷകവും വിശ്വാസത്തിന് ആവേശം പകരുന്നതുമായ ഒരു കാഴ്ചയാണ്. ഇപ്രകാരം AD 358 പരിശുദ്ധയമ്മയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവിടെ ദേവാലയം പൂർത്തീകരിക്കപ്പെട്ടു. അന്നു മുതൽ റോമൻ ജനത പരിശുദ്ധയമ്മയെ മഞ്ഞുമാതാവ് എന്ന് വിശേഷിപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. AD 1838 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഗ്രിഗറി 16-ാമൻ മാർപ്പാപ്പ മഞ്ഞുമാതാവിനെ റോമായുടെ പ്രത്യേകമായ സംരക്ഷകയായി പ്രഖ്യാപിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സഭയിലുണ്ടായിരുന്ന പിന്നീട് വന്ന എല്ലാ മാർപ്പാപ്പമാരും മരിയ മജോരെ ബസിലിക്കയിൽ പോയി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പയായ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ സ്ഥാനാരോഹണത്തിന് തൊട്ട് മുൻപ് മരിയ മജോരെ ബസിലിക്കയിൽ പോയി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം തേടി പ്രാർത്ഥിച്ചു. ഇപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ ഏതെങ്കിലുമൊക്കെ തീർത്ഥാടന യാത്രകൾക്കോ മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനൊക്കെ ആയിട്ട് പോകുമ്പോൾ ഔദ്യോഗികമായ സന്ദർശനത്തിനൊക്കെ പോകുന്നതിന് മുൻപും പോയതിന് ശേഷവും മരിയ മജോരെ ബസിലിക്കയിൽ വന്ന് പരിശുദ്ധ അമ്മയ്ക്ക് പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നത് പതിവാണ്. ഇപ്രകാരം സഭയെ മുഴുവനും മാർപ്പാപ്പമാരിലൂടെ അനുഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം മരിയ മജോരെ ബസിലിക്കയിൽ വലിയ ദൈവിക ഇടപെടൽ സ്വർഗത്തിൽ നമുക്ക് വാങ്ങിത്തന്നുകൊണ്ട് നിലകൊള്ളുകയാണ്. ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത, പരിശുദ്ധ ദേവാലയത്തെ എത്രമാത്രം പരിശുദ്ധിയോടും പവിത്രതയോടും കൂടി നമ്മൾ കാണണം എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ലോകത്തെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ തൻ്റെ പുത്രൻ്റെ പ്രത്യേകമായ സാന്നിധ്യമുണ്ടെന്നും അതോടൊപ്പം തന്നെ അവനോടുകൂടെ ഓരോ ദേവാലയത്തിലും പരിശുദ്ധയമ്മയുടെ പ്രത്യേകമായ ഇടപെടലും സംരക്ഷണമുണ്ടെന്നും അതുകൊണ്ട് ഓരോ ദേവാലയങ്ങളെയും അതിൻ്റെ പവിത്രതയിലും അതിൻ്റെ പരിശുദ്ധിയിലും കാത്തുസൂക്ഷിക്കണമെന്നും ദേവാലയങ്ങളിൽ കടന്നു ചെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹവും അഭിഷേകവും സ്വർഗത്തിൽ നിന്ന് വാങ്ങണമെന്നും പരിശുദ്ധ അമ്മയുടെ മഞ്ഞുമാതാവിൻ്റെ പ്രത്യേകമായ ഈ പ്രത്യക്ഷപ്പെടൽ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, കുറവലിങ്ങാടും റോമയിലെ എസ്ക്വിലിൻ കുന്നിലും പ്രത്യക്ഷപ്പെട്ട് ദേവാലയം പണിയണമെന്നാവശ്യപ്പെട്ട പരിശുദ്ധയമ്മയുടെ കരങ്ങളിലേക്ക് ലോകത്തെമ്പാടുമുള്ള നമ്മുടെ ദേവാലയങ്ങളെ സമർപ്പിക്കാം. ഇന്ന് ദേവാലയങ്ങൾ കേന്ദ്രീകൃതമാക്കി അല്ലെങ്കിൽ ദേവാലയങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് ഇന്ന് അനേകർ ദേവാലയങ്ങളെയും ക്രൈസ്തവ സമൂഹത്തെയും പീഡിപ്പിച്ച് ഭിന്നിപ്പിച്ച് തകർക്കുവാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയുടെ പ്രത്യേകമായ സംരക്ഷണത്തിലേക്കും ഓരോ ദേവാലയത്തിലും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യത്തിലേക്കും നമ്മളീ ഓരോരുത്തരെയും ലോകം മുഴുവനിലുമുള്ള എല്ലാ ദേവാലയങ്ങളെയും ഈ ദേവാലയങ്ങളിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന നാനാജാതി മനസ്ഥരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ജനസമൂഹത്തിൻ്റെ അമ്മേ, ഈ നിമിഷം ഈ കാലഘട്ടത്തിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ വേദനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും സഭയെയും മാനകുലത്തെയും രക്ഷിക്കണമേ എന്ന് പ്രത്യേകമായി ദേവാലയത്തിൻ്റെ മധ്യസ്ഥയായ പരിശുദ്ധയമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും സാന്നിധ്യവും നിങ്ങൾ ഓരോരുത്തരോടൊപ്പവും നിങ്ങളുടെ ഇടവക ദേവാലയത്തോടൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.